നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ചായപ്പൻകുഴി പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം. ജനങ്ങൾക്ക് കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകണം. വള്ളിവട്ടം ബ്രാലത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ അച്ഛന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരിച്ചു. ആലപ്പുഴ വീട്ടിൽ ബാബുവിന്റെ മകൻ ബൈജു ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമസ്ത മേഖലകളിലും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് പൊതുവെ സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇവിടെ അതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് ജീവിതത്തിൽ വലിയ വരുമാനം ഉണ്ടാക്കുക, ടൂറിസം, ബീച്ച് ടൂറിസം കൂടി വളർന്നാൽ സാധ്യമാക്കുക, വരുമാനം നല്ല നിലയിൽ ഉയർത്താൻ സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി പൊതുവെ ആവിഷ്കരിക്കുകയാണ്. ഇവിടെ ബീച്ചിൽ ലൈഫ് ഗാർഡുമാരെ നമ്മൾ നിയമിച്ചു. ലൈഫ് ഗാർഡുമാർക്ക് ജീവിത സുരക്ഷ ഉറപ്പാക്കുവാനായി ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ സർക്കാർ തീരുമാനിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തെ ബീച്ച് ടൂറിസം വളരാതിരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ബീച്ച് ടൂറിസത്തിന്റെ ആളുകളുമായി ലോബി ചേർന്ന് ഇത്തരം വാർത്ത നൽകുന്നതിന് പിന്നിലുള്ളവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ചാവക്കാട് ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും. തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതുനയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, സാലിഹ ഷൗക്കത്ത്, വാർഡ് മെമ്പർ ശുഭ ജയൻ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ B അനിൽകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിൽ 3.63 കോടി രൂപ വിനിയോഗിച്ചാണ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ചായപ്പൻകുഴി പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. വികാരി ഫാദർ ജിജോ ചക്കിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഗീസ് പൊറായി അധ്യക്ഷത വഹിച്ചു. ഫൊറോന കോർഡിനേറ്റർ AA പിയൂസ്, KM ജോസ്, ഷിബു തത്തമംഗലം, ലിയോ റിച്ചാർഡ് എന്നിവർ പ്രസംഗിച്ചു. വള്ളിവട്ടം ബ്രാലത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ അച്ഛന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരിച്ചു. ആലപ്പുഴ വീട്ടിൽ ബാബുവിന്റെ മകൻ ബൈജു ആണ് മരിച്ചത്. ഈ മാസം 10-നാണ് സംഭവം. മദ്യപിച്ചെത്തിയ ബൈജുവും ബാബുവും തമ്മിൽ വീട്ടിൽ വെച്ച് തർക്കത്തിലാവുകയും അച്ഛൻ മകനെ പട്ടിക കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ ബൈജുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ICUവിൽ ചികിത്സയിലായിരുന്ന ബൈജു ഇന്നലെ മരിച്ചു. അച്ഛൻ ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. സംസ്ഥാന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വർണ്ണപ്പകിട്ട് സ്നേഹം, സാഹോദര്യം, സഹവർത്തിത്വം എന്നിവയുടെ കലോത്സവമാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2024 ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏവരെയും ഉൾക്കൊള്ളുന്ന സമൂഹമായി കേരളം വളർന്നു കഴിഞ്ഞു. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ സമ്പൂർണ്ണ ശാക്തീകരണവും സാമൂഹിക പുനരധിവാസവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. P ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ H ദിനേശൻ, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി,
സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ ശ്യാമ എസ് പ്രഭ, അർജുൻ ഗീത, ജില്ലാ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം വിജയരാജ മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാജവീഥികളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് തിരസ്കാരത്തിൻ്റെ വെളിമ്പറമ്പുകളിൽ ജീവിക്കേണ്ടവരല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വളരെ ആധികാരികമായ നിലയിൽ തന്നെ അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾ. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലും അവർ തങ്ങളുടെ തിളക്കമാർന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ചക്ക സീസൺ ആരംഭിച്ചതോടെ ചാലക്കുടിയിൽ ചക്ക വിപണി സജീവമായി. എന്നാൽ മൊത്ത വ്യാപാരിക്കും ഇടനിലക്കാർക്കും വലിയ ലാഭം കൈവരുമ്പോൾ ചക്ക കർഷകർക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. വീടുകളിൽ നിന്നും തുച്ഛമായ വില നൽകിയാണ് കച്ചവടക്കാർ ചക്ക ശേഖരിക്കുന്നത്. പടിഞ്ഞാറെ ചാലക്കുടി IRMLP സ്കൂളിന് സമീപത്തെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ നിന്നും പ്രതിദിനം ലോഡ് കണക്കിന് ചക്കകളാണ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകുന്നത്. വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നടക്കം ശേഖരിക്കുന്ന ചക്കകൾ കച്ചവടക്കാർ മൊത്ത വിതരണ കേന്ദ്രത്തിലെത്തിക്കും. ഇവിടെ നിന്നും വലിയ ലോറികളിലായാണ് കയറ്റിവിടുന്നത്. മദ്രാസ്, കൽക്കത്ത, ബോംബെ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതലായും ചക്ക കയറ്റിവിടുന്നത്. അയൽ സംസ്ഥാനത്ത് ചക്കയ്ക്ക് വലിയ ഡിമാൻഡാണ് ഇപ്പോഴുള്ളത്. കൊത്തിച്ചക്കകൾക്കാണ് മുംബൈ, മദ്രാസ് തുടങ്ങിയിടത്ത് കൂടുതൽ ഡിമാൻഡ്. എന്നാൽ മറ്റിടങ്ങളിൽ മൂത്ത ചക്കയോടാണ് പ്രിയം. ഉണങ്ങിയ ഓല, വാഴപ്പിണ്ടി, IS തുടങ്ങിയ ഉപയോഗിച്ച് പ്രത്യേകമായി പാക്ക് ചെയ്താണ് ലോറിയിൽ ചക്ക അടക്കുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്യുന്നതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും ചക്ക കേടാവില്ല. മൊത്ത വ്യാപാരിക്കും ഇടനിലക്കാർക്കും വലിയ ലാഭം കൈവരുമ്പോൾ ചക്ക കർഷകർക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. വീടുകളിൽ നിന്നും തുച്ഛമായ വില നൽകിയാണ് കച്ചവടക്കാർ ചക്ക ശേഖരിക്കുന്നത്. ഇവ മൊത്ത വ്യാപാരിക്ക് വലിയ വിലയ്ക്ക് നൽകും. അമിത ലാഭം ഈടാക്കിയാണ് മൊത്ത വ്യാപാരി അയൽ സംസ്ഥാനങ്ങളിലേക്ക് ലോഡ് കണക്കിന് ചക്ക കയറ്റിവിടുന്നത്. സീസൺ അവസാനിക്കുന്നതോടെ ലക്ഷങ്ങളുടെ ലാഭം മൊത്ത വ്യാപാരിക്ക് ലഭിക്കുമ്പോൾ കർഷകർക്ക് പണിക്കൂലി പോലും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ചക്ക സീസൺ ആരംഭിച്ച ഈ സമയത്ത് വലിയ വിലയ്ക്കാണ് ചക്ക കയറ്റിവിടുന്നത്. കൂടുതൽ ചക്ക ആവുന്നതോടെ ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന വില വീണ്ടും കുറയും. എന്നാൽ കയറ്റിവിടുന്ന ചക്കയുടെ വിലയിൽ കുറവും വരുത്താറില്ല. മെയ് അവസാനം വരെ ഇവിടെ നിന്നും ചക്ക കയറിപ്പോകും. ചക്കയ്ക്ക് ന്യായമായ വില ലഭിക്കണമെന്നാണ് ചക്ക കർഷകരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. സമഗ്ര വികസനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കളമശ്ശേരിയിലെ 60 അംഗനവാടികൾ സ്മാർട്ടായതായും ബാക്കിയുള്ളത് അടുത്ത വർഷം സ്മാർട്ടാകുമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. മാഞ്ഞാലി അൻസാറുൽ ഇസ്ലാം സംഘം UP സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ മാനേജർ KA മുഹമ്മദ് അലി അധ്യക്ഷനായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പറവൂർ AEO CS ജയദേവൻ, ഹെഡ് മിസ്റ്റർ സലീന P. ഷൗക്കത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP അനിൽകുമാർ, വാർഡ് മെമ്പർ TA മുജീബ്, CS ജയദേവൻ, TB മുഹ്സിന, സിനി, സലീന P. ഷൗക്കത്ത്, PTA പ്രസിഡന്റ് TH അനസ്, വൈസ് പ്രസിഡന്റ് AB അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തൃശൂർ ജില്ല സംഘടിപ്പിച്ച വിദ്യാഗോപാല മന്ത്രാർച്ചന സമാപിച്ചു. തിരുവഞ്ചിക്കുളം ക്ഷേത്രം ശിവപാർവതി മണ്ഡപത്തിൽ നടന്ന യജ്ഞത്തിന് നരേന്ദ്രനടികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യജ്ഞാചാര്യൻ ചൊല്ലിക്കൊടുത്ത വിദ്യഗോപാല മന്ത്രാർച്ചന വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി. യജ്ഞപ്രസാദമായി 12,000 ശ്രീവിദ്യാമന്ത്രം ജപിച്ച സാരസ്വത ചൂർണം യജ്ഞാചാര്യനിൽ നിന്നും സ്വീകരിച്ചു. പ്രസാദോട്ടോടുകൂടി യജ്ഞത്തിന് സമാപനമായി. സ്വാഗത സംഘം ചെയർമാൻ KA മോഹൻദാസ്, കൺവീനർ ഉമേഷ് ബാബു, മേഖലാ സെക്രട്ടറി CM ശശീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ഗോപിനാഥ്, ജില്ലാ ട്രഷറർ പ്രഭാകരൻ, മനോജ്, വെങ്കിടേശ്വര പ്രഭു, പരമേശ്വരൻ, KS രാജേഷ്, സരിത പ്രദീപ്, പാർവതി രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അലീവ് ചാരിറ്റബിൾ സൊസൈറ്റിയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയും സംയുക്തമായി അഴീക്കോട് ഇൽഷാദുൽ മുസ്ലിമിൻ UP സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ രോഗികൾക്കും സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. ET ടൈസൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അലീവ് പ്രസിഡന്റ് VM ഷൈൻ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് കറുകപ്പാടത്ത്, നൌഷാദ് കൈതവളപ്പിൽ, അബ്ദുൾ ജമാൽ, അബ്ദുൾ ജബ്ബാർ, അബ്ദുൾ കരീം എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ചായപ്പൻകുഴി പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം. ജനങ്ങൾക്ക് കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകണം. വള്ളിവട്ടം ബ്രാലത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ അച്ഛന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരിച്ചു. ആലപ്പുഴ വീട്ടിൽ ബാബുവിന്റെ മകൻ ബൈജു ആണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.